അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് തമിഴ് മലയാളം എല്ലാ ഭാഷാ അപ്ഡേറ്റ്സും ഉണ്ട്. അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ റെട്രോയുടെ ഇവന്റിൽ, കേരള ഇവന്റിൽ ജയറാം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് മലയാള സംവിധായകരായിട്ട് അദ്ദേഹം കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു. അത് വലിയ രണ്ട് സംവിധായകരായിട്ട് നല്ല രണ്ട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപിനെ പോലെ തന്നെ ഒരു ജനപ്രിയ നായകൻ തന്നെ ആയ ജയറാം, കാരണം റിപ്പീറ്റ് വാല്യൂ ഉള്ള കുറെ സിനിമകൾ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ആ രണ്ട് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതില് ആദ്യത്തെ ഡയറക്ടർ ദിലീഷ് പോത്തൻ, രണ്ടാമത്തെ ഡയറക്ടർ ഗിരീഷ് ഏടി എന്ന് പറയാം. അത് ഭയങ്കര തരത്തിലുള്ള അപ്ഡേറ്റ് ആണ്. രണ്ടുപേരും രണ്ട് തലത്തിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സാണ്. ഗിരീഷ് ഏടി ഇപ്പോ പ്രേമലു ഒക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. അയംകാതല്ല കൂടെ നിൽക്കട്ടെ, പക്ഷെ പ്രേമലു ഡയറക്ടർ എന്നുള്ള ലെവലിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നു. അപ്പൊ അദ്ദേഹം ജയറാമിനെ പോലുള്ള ഒരു ആക്ടറിന്റെ ഒപ്പം കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര രസകരമായിട്ടുള്ള സിനിമ. അതുമാതിരി ജയറാമിന്റെ കോമഡി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം മാസ്റ്ററാണ് അതിന്റെ. അപ്പൊ പുള്ളിയും അതുപോലെ തന്നെ ഗിരീഷും കൂടി വരെ പറയുമ്പോ നമുക്ക് നല്ലൊരു പടം തന്നെ കിട്ടുന്ന അതുപോലെ ഫ്രഷ്നെസ്സും കിട്ടും. അതെ, പിന്നെ ന്യൂജൻ കോമഡീസ് വർക്ക് ചെയ്യാനായതിൽ ഗിരീഷ് സ്റ്റാറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ അത് ഭയങ്കരമായിട്ട് കാണാം. പിന്നെ ഇപ്പൊ ദിലീഷ് പോത്തന്റെ ഫിലിം വരികയാണെന്നുണ്ടെങ്കിൽ നിക്കോറ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ശ്യാം പുഷ്കരനായിരിക്കുന്നതാണ്. അത് പിന്നെ അങ്ങനെയാണ്. റൈറ്റിംഗിൽ ഏതൊരു സ്റ്റേജിൽ ശ്യാം പുഷ്കരൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിനോട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യമായിട്ടായിരിക്കും. അപ്പൊ അതും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ജയറാമൻ നമ്മൾ ദിലീപിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിനിമ ചെയ്യാതിരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം പോസ്റ്റർ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിനിമകൾ വരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെ കിട്ടട്ടെ, ഈ വർഷം തന്നെ. അപ്പൊ ഗിരീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വേറെ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഉടനെ തന്നെ ഉണ്ടാവാൻ തോന്നുന്നു. പിന്നെ ഗിരീഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രേമലു കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഒരു പടം ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും അടുത്ത വർഷം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഓരോ വർഷം ഓരോ അടിപൊളി ജയറാം സിനിമകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ അതെ, ഇപ്പൊ നമ്മുടെ ജയസൂര്യയുടെ വിനായകന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഇനി ആ സിനിമയാണോ അടുത്തയാണോ ആദ്യം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഈ പടം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മിഥുനാണ് പ്രൊഡക്ഷനിൽ വരുന്നത്. എന്തായാലും നല്ലൊരു പടമായിരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഹനുമാൻ കൈൻഡ് ജനനായകന്റെ ഒരു ഇംഗ്ലീഷ് റാപ്പ് പാടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഇന്റർനാഷണലി എന്താ പറയാ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള റാപ്പറാണ്. അദ്ദേഹത്തിന് വന്ന് ലാസ്റ്റ് ഒന്ന് വർക്കൊക്കെ ഭീകരായിരുന്നു. അപ്പൊ അദ്ദേഹം വിജയുടെ സിനിമയിൽ ഇംഗ്ലീഷ് റാപ്പ്, അതും അനിരുദ്ധന്റെ മ്യൂസിക്കലി വരെന്ന് പറയുന്നത് ഹിന്ദിയിലായിരിക്കും. തമിഴ് റാപ്പ് നമ്മള് ഓൾറെഡി നമ്മള് ലിയോയില് കണ്ടതാണ്. അപ്പൊ ഇത് രണ്ടൊരു പാട്ട്, അത് വിജയുടെ പടം വിത്ത് ഡാൻസ് FDFS നമുക്കത് ഗംഭീരമായിരിക്കും എന്തായാലും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞോട്ടം പറയുന്നത് സിനിമയുടെ ആ ഷെഡ്യൂളിൽ മാസം അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സിനിമയുടെ അവസാനഘട്ട വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാലാണ് ഷൂട്ട് എടുക്കുന്നത്. ഔട്ട്ഡോർ ലൊക്കേഷനിലാണ്. എന്തായാലും ഈ മാസം തന്നെ പടത്തിൽ കംപ്ലീറ്റ് ഷൂട്ട് തീരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ രാംകുമാർ ബാലകൃഷ്ണന്റെ സിനിമ STR49 പാർക്കിങ്ങിന്റെ ഡയറക്ടർ സിനിമയിൽ സന്താനം ജോയിൻ ചെയ്യണതായിട്ട് അവരൊരു പോസ്റ്ററോടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞത്. പിന്നെ കയാട് ലോഹറാണ് അതും നമ്മൾ പറഞ്ഞത്. അതെ, അതും വന്നു. സായി അഭ്യങ്കറിന്റെ കാര്യം അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. പടത്തിന് പൂജ കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു. അപ്പൊ അതെന്തായാലും പടം ഷൂട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. STRന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞു. STR ഇപ്പോ 47 ഇപ്പൊ 40 അദ്ദേഹത്തിന്റെ സിനിമകളിൽ 40 സിനിമ അതെല്ലാം കളിക്കുമ്പോ 43, 44, 40, 49. അദ്ദേഹം ഇപ്പൊ ഭരദ്വാജ് രംഗത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂല് പറയണ്ടായി 50, അതായത് 50 വരാൻ പോകുന്ന സിനിമയുണ്ട്. അദ്ദേഹം അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം തന്നെ അഭിനയിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയിലേക്ക് കിടക്കുള്ളൂ. എന്തായാലും ഓൾറെഡി ഡയറക്റ്റ് ചെയ്ത ആളാണ്. എന്തായാലും ഗംഭീരമായിട്ടാണ് പടം. അതേമാതിരി ഇനിയിപ്പോ വേറൊരു അപ്ഡേറ്റ് ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസന്റെ ആണ്. ബൈസന്റെ ഇപ്പൊ വാഴ കഴിഞ്ഞിട്ട് മാരി സെൽവരാജ് ചെയ്യുന്ന സിനിമ, അതിപ്പോ ധ്രുവ് വിക്രം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറെ, അത് കബഡി തീമായിട്ടുള്ള ഒരു ഫിലിമായിരിക്കും. ആ സിനിമയിൽ എന്തായാലും രാഷ്ട്രീയം ഉണ്ടാവും പൊതുവെ. അത് രഞ്ജിത്തുമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആ സിനിമയുടെ
റിലീസ് അനൗൺസ്മെന്റ് ഒക്ടോബറിലാണ് ഫിലിം റിലീസ് ആവുന്നത്. ഒക്ടോബർ 17 അതെ ദീപാവലി സിനിമ ദീപാവലി റിലീസ്. ഒക്ടോബറിൽ ഇപ്പൊ നമുക്ക് ഉള്ള ഒരു സിനിമ ധനുഷിന്റെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞ സിനിമ ഒക്ടോബറിലാണ്. അതെ. ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ധ്രുവ് വിക്രമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിക്രം പെർഫോമറാണ്. അപ്പൊ നല്ലൊരു ഫിലിം, ഒരു പോസ്റ്റ് ഡ്രാമ നമുക്ക് പ്രതീക്ഷിക്കാം. കമേഴ്ഷ്യൽ ആയിട്ട് കിട്ടട്ടെ. അടുത്തത് വരുന്നത് നമ്മുടെ വിജയ് സേതുപതിയുടെ 52ാമത്തെ സിനിമ, പാണ്ഡ്യരാജിന്റെ സിനിമ തലേവൻ തലേവെന്നാണ് പടത്തിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. വിജയ് സേതുപതിയുടെ മഹാരാജ കഴിഞ്ഞിട്ട് വരുന്ന സിനിമ. അതുപോലെ തന്നെ സിനിമയിൽ നമ്മുടെ നിത്യമേനോനാണ് കാസ്റ്റിൽ വന്നിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു ഫണ്ണായിട്ട് പോകുന്ന ഒരു സന്തോഷ് നാരായണ മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ പാണ്ഡ്യരാജ് ഫിലിമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഫിലിം ആയിരിക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള കടയക്കുട്ടി സിംഗ് ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫോർമായിട്ടുള്ള പടം, ഒരു ഫാമിലി പടം. അതായത് ഈ വില്ലേജ് ബേസ്ഡ് സ്റ്റോറീസ് വില്ലേജ് ബേസ്ഡ് ഫിലിം ആയിരിക്കും. അത് വില്ലേജ് സെന്റിമെന്റ്സ് ആക്ഷൻ ഒക്കെ കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പുള്ളി അതിന്റെ ആളാണ്. ഫാമിലീസിനെ കയറ്റാൻ കഴിവുള്ള ആളാണ്.